എല്ലാവരും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്കിന്ന് സ്കൂളില്ല കേട്ടോ. ഒന്നുമില്ല 3 ദിവസമായി. ഞങ്ങൾ സിമ്പിളായ മുട്ടക്കറിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. പച്ചമുളക്, ചീനിമുളക്. ഇന്ന് മുട്ടക്കറിയാണ്, കുറേ നാളായി വെച്ചിട്ട്. പച്ചമുളക്, ചീനിമുളക്. ഇത് എത്ര ചെറുതാണ്. ഈ കർക്കിടക മാസം വെച്ചിട്ടല്ലോ മുട്ടക്കറി. സ്റ്റാർട്ടിങ്ങിൽ ഒരു ദിവസം അറിയാണ്ട് വെച്ചു. കുറേ നാളായി നോൺ വെജ് വെച്ചിട്ട്. മുട്ടയൊന്ന് വേവിക്കാൻ വെക്കാട്ടാ. കുറച്ച് ഉപ്പിട്ടു, എന്നാലും വേഗം തോല് വരും. ഇത് വേഗട്ടെ, മുട്ട വെന്തൂട്ടാ. ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് മുട്ടക്കറി വെക്കാം. ചട്ടി ചൂടാവട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇതിലേക്ക് ഒരു 4 സവാള കേട്ടോ. നല്ല നൈസായി അരിഞ്ഞാണ്. ഇത് വാടി വന്ന ഒന്നും ഉണ്ടാവില്ല. സവാള നന്നായി വാടി വരട്ടെ കേട്ടോ. കുനു അരിഞ്ഞുണ്ട്. കാണാൻ നല്ല രസം. സവാള ഇത്രയായില്ലേ? ചുരുങ്ങി വന്നു. ഒന്നും കൂടി വഴറ്റിയെടുക്കാൻ കേട്ടാ. അത് ശരി, ആയിട്ടില്ല. അവിടെ സവാളയൊക്കെ വാടി വന്നു കേട്ടാ. അത്രയും മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കിട്ടാ. ഒരു 3 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് പച്ചമുളക് പോയിട്ടാ. ഈ കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇട്ടാ. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടാ. ഇതിലേക്ക് 2 തക്കാളി വലുത്, തക്കാളി നന്നായി വഴണ്ട് വരട്ടേട്ടാ. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാട്ടാ. വേഗട്ടെ. തുറന്നു നോക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടാ. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കട്ടെ. ഒന്ന് തിളക്കട്ടെ. ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കേട്ടോ. 1/2 ടീസ്പൂൺ മതി. ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്യാനാണ് കേട്ടോ. ചാറൊക്കെ നന്നായി തിളച്ചു കിട്ടാ. ഞങ്ങൾ മുട്ടയിട്ട് കൊടുക്കുക. ഞാൻ ഒരു 5 മുട്ടയിട്ടുണ്ട്. ഇത് ഒന്ന് വരഞ്ഞു കൊടുത്താണ് കേട്ടോ.
സൂപ്പർ മുട്ടക്കറിയാണ്. പുട്ടിൻ്റെ കൂടെ കഴിക്കുക, അപ്പത്തിൻ്റെ കൂടെ കഴിക്കുക. ഞങ്ങൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സിമ്പിൾ പണി പുട്ട്. ചപ്പാത്തി, പുട്ട്, ഇഡലി, ദോശ ഒന്നും പറ്റില്ല. മുട്ടക്കറി റെഡി ആയിട്ടാ. കുറച്ച് കറിവേപ്പില ഇടുക. ഓഫാക്കുക. ഇറക്കട്ടെ ഏട്ടാ. സൂപ്പർ മുട്ടക്കറി. നിങ്ങൾ ഇതുപോലെ വെക്കുന്ന കമൻറ്റ് ചെയ്യുക. വെക്കാത്തവർ വെച്ച് നോക്കട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളിയല്ലേ? നല്ല ഗ്രേവി ഉണ്ടാകും. ഞാൻ പടവലങ്ങ മെഴുക്ക് വരട്ടി വെക്കട്ടെ കേട്ടോ. കടുകിട്ട് കൊടുക്കട്ടെ, പൊട്ടട്ടെ. കറിവേപ്പില നോക്കി. ഏട്ടാ അവിടെ തേങ്ങ ചേർക്കണം. വളരെ നിസ്സഹമായ അവസ്ഥ. സവാളയും പച്ചമുളകും. പച്ചമുളകല്ല, ചുവപ്പ് മുളക്. കറിവേപ്പില, ചുവന്ന പച്ചമുളക്. ഏട്ടൻ പുട്ടുണ്ടാക്കാൻ തേങ്ങ ചേർക്കണം. പുട്ടും മുട്ടക്കറിയും. എന്താ മുണ്ടാണ്ട് മുണ്ടാണ്ട് മഞ്ഞപ്പൊടി ഇട്ടേക്കാം. ഒരു പടവലങ്ങ ഉണ്ടത് മൂത്ത് തോന്നുന്നുണ്ട്. ഈ പടവലങ്ങില്ലേ എന്താണ് ആ മുത്തുമ്പോൾ ഓട പോലെയുള്ളൂ. വേണ്ട, ഉപ്പിട്ട് കൊടുക്കട്ടെ. എന്തൊക്കെയാ സൗണ്ട്? എല്ലാ സൗണ്ടും ഉണ്ട് ഇവിടെ. അപ്പുറത്തപ്പുറത്ത് നല്ല സൗണ്ടാണ് കേട്ടോ. നമ്മുടെ സൗണ്ട് വെച്ച് ബാക്കി എല്ലാം പോകണം. പിന്നെ ഇവിടെ ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സൗണ്ട് ഉണ്ടാവില്ല അത്ര. അതെ അതെ, നമ്മുടെ സൗണ്ട് വെച്ച് ബാക്കി എല്ലാം ക്യാമറയിൽ പിടിക്കും. അത്ര നല്ല ക്യാമറയാ. വേഗം കേട്ടാ അടച്ചു വയ്ക്കാം. മെഴുക്ക് വരട്ടി വന്നാൽ നോക്കാം. അടിപൊളിയായിട്ടാ. പെട്ടെന്ന് വന്നുള്ളൂ. ഞാൻ പുട്ടുണ്ടാക്കട്ടെ. പുട്ടും മുട്ടക്കറി ഉണ്ടെന്ന്. ഇപ്പം ഡെയിലി പുട്ടായോന്നൊരു ഡൗട്ടുണ്ട്. അതാണിപ്പോൾ. ഞങ്ങളുടെ വീഡിയോ ബോറൊന്നുമില്ലല്ലോ. ബോറടിക്കുന്നത് ക്ഷമിക്കുക. ഇല്ലല്ലേ എന്നും ഒരേതിട്ട് ഇല്ലായിരിക്കുമല്ലോ അല്ലേ? വേഗട്ടെ. നമ്മുടെ പുട്ട് റെഡി ആയിട്ടോ. നമ്മുടെ സൂപ്പർ മുട്ടക്കറി ഇട്ടോ. പുട്ട് മുട്ടക്കറി കഴിക്കാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യട്ടെ. ഏട്ടന് കഴിക്കാൻ കൊടുക്കട്ടെ ഏട്ടാ. ഏട്ടൻ ഭക്ഷണം കഴിക്കട്ടെ. പണിക്ക് പോകാൻ ഒരുങ്ങാണ്. കാലത്ത് തന്നെ പുട്ടും മുട്ടക്കറി അങ്ങനെയുണ്ട്, അത് പറയും. തുടങ്ങി പോളിങ് തുടങ്ങി. ഉണ്ണി അപ്പുറത്തിരുന്ന് ഉണ്ണി ഇപ്പുറത്തുനിന്ന് കഴിക്കണ്ടിട്ടാ. ഉണ്ണിൻ്റെ പാത്രം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ ഏട്ടാ. എത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ.